സുനിൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഭാരതം കടന്നിരിക്കുകയാണല്ലോ. ആകെയുള്ള 7 ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6ാം ഘട്ടം ശനിയാഴ്ച, അതായത് മെയ് 25-ന് നടക്കുകയാണ്. രാജ്യ തലസ്ഥാനമായ ഡൽഹി ഉൾപ്പെടെ മേഖലകളിൽ മെയ് 25-നാണ് വോട്ടെടുപ്പ്. അവസാന ഘട്ടം, അതായത് 7ാം ഘട്ടം ജൂൺ 1-നാണ്. പിന്നെ ജൂൺ 4-ന് നടക്കുന്ന ഫലപ്രഖ്യാപനത്തിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. 7 അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. അത് ഇപ്രകാരമാണ്: പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് എന്നിവയാണ് പാലക്കാട് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങൾ. ഇതിൽ 2 എണ്ണം ഒഴികെ ബാക്കി 5 മണ്ഡലങ്ങളിലും വിജയിച്ചത് CPM പ്രതിനിധികളാണ്. മണ്ണാർക്കാട് UDFൻ്റെ ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ MLA ആണ്. പാലക്കാട് കോൺഗ്രസിലെ ഷാഫി പറമ്പിലാണ് വിജയിച്ചത്. പാലക്കാട് സ്വതവേ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ജില്ലയാണ്. CPMൻ്റെ കോട്ടകൾ, അതായത് ചെങ്കോട്ടകൾ എന്ന് പറയാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. 1996, 98, 99, 2004 തെരഞ്ഞെടുപ്പുകളിൽ CPMലെ ശ്രീ NN കൃഷ്ണദാസ് ആയിരുന്നു ഈ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. 2009-ലും 2014-ലും CPMലെ ശ്രീ MB രാജേഷ് പാലക്കാട് നിന്നും വിജയിച്ചു. എന്നാൽ 2019-ലെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് DCC പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ശ്രീ VK ശ്രീകണ്ഠൻ 11,637 വോട്ടുകൾക്കാണ് CPM നേതാവും അന്നത്തെ MPയുമായിരുന്ന ശ്രീ MB രാജേഷിനെ പരാജയപ്പെടുത്തിയത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അട്ടിമറി എന്നൊക്കെ വേണമെങ്കിൽ ഈ വിജയത്തെ പറയാം. 3ാം സ്ഥാനത്തെത്തിയ BJP നേതാവ് ശ്രീ C കൃഷ്ണകുമാർ 2,18,556 വോട്ടുകൾ, അതായത് 21.44% വോട്ടുകൾ കരസ്ഥമാക്കി BJPയുടെ ശക്തി തെളിയിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ 2019-ലെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം ശബരിമല യുവതീ പ്രവേശന വിഷയം ആയിരുന്നു എന്ന് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിൻ്റെ വിജയത്തിന് ഇതും ഒരു ഘടകമായിരുന്നു. ഇത്തവണ നിലവിലുള്ള MP ശ്രീ VK ശ്രീകണ്ഠൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി. ഇടതുമുന്നണിക്ക് വേണ്ടി ശ്രീ A വിജയരാഘവനും NDA മുന്നണിക്ക് വേണ്ടി BJP നേതാവ് ശ്രീ C കൃഷ്ണകുമാറുമാണ് മത്സരിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPM നേതാവ് ശ്രീ A വിജയരാഘവൻ 1989-ൽ ഇവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചതാണ്. ഇവിടെ നിന്നും ജയിച്ചു പോയ ശേഷം പിന്നെ അദ്ദേഹത്തെ ഇപ്പോഴാണ് കാണുന്നതെന്നാണ് പാലക്കാട്ടെ CPM പ്രവർത്തകർ ഉൾപ്പെടെ അടക്കം പറയുന്നത്. ഇപ്പോഴത്തെ MP VK ശ്രീകണ്ഠനെ പറ്റി മോശമായ ഒരു അഭിപ്രായം മണ്ഡലത്തിൽ കേൾക്കാനില്ല. പ്രതിപക്ഷ MP എന്ന പരിമിതിയും അദ്ദേഹത്തിനുണ്ട്. ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത മത്സരമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലേത്. 2ാം പിണറായി സർക്കാരിൻ്റെ ഭരണത്തോടുള്ള വിരോധം ജനങ്ങൾക്ക് കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ പ്രയോഗിക്കാൻ സാധ്യത എല്ലാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും കാണുന്നുണ്ട്. എന്നാൽ CPM പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വോട്ടുകൾ അരിവാൾ ചുറ്റിയേക്ക് തന്നെ വേറെ എങ്ങും പോകാതെ കിട്ടുകയും ചെയ്യും. BJPക്ക് ശക്തിയുള്ള ചില കേന്ദ്രങ്ങൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. തന്നെയുമല്ല, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 2021-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീ E ശ്രീധരൻ വിജയത്തിന് തൊട്ടടുത്തുവരെ എത്തിയതാണ്. മലമ്പുഴ, ഷൊർണൂർ മണ്ഡലങ്ങളിൽ BJPക്ക് നല്ല സ്വാധീനവുമുണ്ട്. 2024-ലെ തിരഞ്ഞെടുപ്പിൽ
പാലക്കാട് 72.68% പോളിംഗ്. പക്ഷേങ്കിൽ അത് 2019 77.72%. ഇനി നമുക്ക് ജനസംഖ്യ അനുപാതം ഒന്ന് പരിശോധിച്ചാൽ 68% ഹിന്ദു ജനസംഖ്യയാണ് ഈ മണ്ഡലത്തിൽ, 28% മുസ്ലിം ജനസംഖ്യയും 4% ക്രിസ്ത്യൻ ജനസംഖ്യയും ഇവിടെ കാണാം. ഒരു ഇടതുപക്ഷ കോട്ട എന്ന് നമുക്ക് പാലക്കാട് മണ്ഡലത്തെ വേണമെങ്കിൽ വിളിക്കാം. 2019 ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങൾ അതുപോലെ മലമ്പുഴ മണ്ഡലവും LDFന് ലീഡ് നൽകിയപ്പോൾ പട്ടാമ്പി, മണ്ണാർക്കാട്, പാലക്കാട് മണ്ഡലങ്ങൾ UDFന് ഒപ്പം നിന്നു. ഇതിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ മാത്രം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് 30,000-ൽ അധികം വോട്ടിൻ്റെ ലീഡ് ലഭിച്ചിരുന്നു. ഇനി നമുക്ക് നിഗമനങ്ങളിലേക്ക് പോയാൽ പട്ടാമ്പി, മണ്ണാർക്കാട് എന്നീ മണ്ഡലങ്ങൾ മുസ്ലിം ജനസംഖ്യ താരതമ്യേന കൂടുതലാണ്. UDF സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലങ്ങൾ ഭൂരിപക്ഷം നൽകുമെന്ന് നമുക്ക് അനുമാനിക്കാം. ഇടത് സ്ഥാനാർത്ഥി ശ്രീ A വിജയരാഘവൻ CPMൻ്റെ മുതിർന്ന നേതാവാണ്. 2020-21 കാലയളവിൽ CPM സംസ്ഥാന സെക്രട്ടറിയായും 2018-2022 കാലയളവിൽ ഇടതുമുന്നണി കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം രാജ്യസഭാ MP ആയിരുന്നു. ഒരു പ്രാവശ്യം, അതായത് 1989 പാലക്കാട് നിന്നും അദ്ദേഹം വിജയിച്ച് MP ആയിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പോരാ, അത്ര മികച്ചതല്ല എന്നൊരു അഭിപ്രായം പാലക്കാട്ടെ LDF പ്രവർത്തകരുടെ ഇടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഒരു കരക്കമ്പിയായി പ്രചരിച്ചിരുന്നു. BJP സ്ഥാനാർത്ഥി ശ്രീ C കൃഷ്ണകുമാർ പാലക്കാട്ടെ BJPയുടെ സീനിയർ നേതാവാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. BJPക്ക് പാലക്കാട് മണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ് ശ്രീ C കൃഷ്ണകുമാർ. വോട്ട് പിടിക്കാൻ നല്ല കഴിവുമുള്ള ആളാണ്. പ്രധാനമന്ത്രി ശ്രീ C കൃഷ്ണകുമാറിൻ്റെ പ്രചരണത്തിനായി പാലക്കാട്ട് വന്ന് റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ KSUവിൽ കൂടിയാണ് ശ്രീ VK ശ്രീകണ്ഠൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തവണയും UDF സ്ഥാനാർത്ഥി ശ്രീ VK ശ്രീകണ്ഠൻ വിജയിക്കുമെന്നാണ് പാലക്കാട് നിന്നും ലഭിക്കുന്ന വാർത്ത. പ്രേക്ഷകർ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, മണ്ഡലത്തിൽ നിന്നുള്ള സുഹൃത്തുക്കൾ നൽകുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഓരോ മണ്ഡലങ്ങളിലെയും പ്രവചനങ്ങളിലേക്ക് എത്തുന്നത്. പ്രവചനങ്ങൾ മാത്രമാണ്. ഇതിൽ 10% മുതൽ 20% വരെ തെറ്റുകൾ സ്വാഭാവികമാണ്. എന്തായാലും നമുക്ക് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഇത്തവണയും ഒരു ചെറിയ മാർജിനിൽ പാലക്കാട് നിന്നും വിജയിക്കുമെന്ന് അനുമാനിക്കാം, പ്രവചിക്കാം. ഒരു ചെറിയ മാർജിനാണ് നമ്മൾ VK ശ്രീകണ്ഠൻ്റെ വിജയത്തിനായി ഇവിടെ പ്രവചിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.